അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കേരള ടു കരോലൈന എൻ്റെ ബുക്കിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ വായിക്കുക. ഈ ബുക്ക് ഓൾറെഡി പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ബുക്ക് റെഡിയാകും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് haroonsaid.com ഈ ബുക്ക് വാങ്ങിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബുക്ക് വായിക്കുക. കാരണം അതിനകത്ത് കുറേ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ബിസിനസ്സിനെ കുറിച്ച് ഒരു 1-2 വാക്കുകൾ പറയാം. ഞാൻ 1999 അവസാനത്തിൽ ഇവിടെ US-ലെത്തി. ഏകദേശം 2002 ജൂലൈയിൽ, അതായത് 3 വർഷം ആയി കാണും. എനിക്ക് താമസിക്കാതെ ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഗ്രീൻ കാർഡ് പെട്ടെന്ന് പ്രോസസ്സായി, വളരെ വേഗത്തിൽ കിട്ടി. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടിയപ്പോൾ ആ സമയത്ത് ഞാൻ കൺസൾട്ടൻ്റായിട്ടാണ് ഇവിടെ വന്നത്. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ കൺസൾട്ടൻസി ജോബിൽ പല സ്ഥലത്തും പോകേണ്ട ആവശ്യം വന്നു. അതായത് ഒരു 3 മാസം ഒരു പ്രോജക്റ്റിലാണെങ്കിൽ, പിന്നെ അത് കഴിഞ്ഞ് ഒരു 6 മാസം വേറൊരു പ്രോജക്റ്റിൽ, പിന്നെ അവിടെ നിന്ന് വേറൊരു പ്രോജക്റ്റ്. ഇങ്ങനെ ഈ US വലിയൊരു കൺട്രി ആണല്ലോ, 50 സ്റ്റേറ്റ്സ് ഉണ്ട്. ഈ 50 സ്റ്റേറ്റ്സിൽ എവിടെയും ആകാം. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു 3 മാസം 4 മാസം കൂടുമ്പം അങ്ങനെ മാറി പോകണം. അപ്പോൾ എൻ്റെ ഫാമിലി വന്നപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായി. കാര്യം നമ്മളൊരു സ്ഥലത്ത് വന്ന് താമസിച്ചു, അവിടെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി. എൻ്റെ വൈഫിൻ്റെ അവരുടെ ഫ്രണ്ട്സായി, എൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ മേറ്റ്സ് അവരുടെ ഫ്രണ്ട്സായി. ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ആ പ്രോജക്റ്റ് തീർന്ന് അടുത്തൊരു പ്രോജക്റ്റിലോട്ട് പോകണം. പിന്നെ അവിടെ പോയിട്ട് ആദ്യം പോലെ ആൾക്കാരെ പരിചയപ്പെടണം. പിന്നെ പിള്ളേർക്കും എനിക്കും വൈഫിനും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടി. ഗ്രീൻ കാർഡ് കിട്ടിയപ്പോൾ വിചാരിച്ച് ബിസിനസ് തുടങ്ങാം. അങ്ങനെ ബിസിനസ് തുടങ്ങി. ഡീറ്റെയിൽസൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബുക്കിൽ വായിക്കാം. ഓക്കെ, ഇത് എങ്ങനെ തുടങ്ങി, പിന്നെ ഇത് തുടങ്ങാനുള്ള കാരണം, ഇതിൻ്റെ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് തുടങ്ങി. ഓൺലൈനിലാണ് ആദ്യം തുടങ്ങിയത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ ആമസോൺ, eBay ഇതൊക്കെ ശരിക്കും പിടിച്ചു വരുന്ന സമയമാണ്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആയിരുന്നു. അങ്ങനെ ആ സമയത്ത് അതിനകത്ത് കയറാൻ സാധിച്ചു. അങ്ങനെ ബിസിനസ് തുടങ്ങി. പിന്നെ കൂടാതെ ഇവിടെ ഫ്ലീ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഫ്ലീ മാർക്കറ്റ് അതൊരു ഈ വീക്കെൻഡിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെയും ഒരു സ്റ്റോളിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ബുക്കിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ സാധനം വിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പടിപടിയായിട്ട് ബിസിനസ്സിനെ കുറിച്ച് A to Z എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നത് തന്നെ. അങ്ങനെ ബിസിനസ് ചെയ്യുമ്പം ഒരു കാര്യം മാത്രം, എൻ്റെ ഒരു പ്രിൻസിപ്പിൾ പണ്ട് മുതലേ ഉണ്ട്. അത് ഇന്ന് ആ 2002 ബിസിനസ് തുടങ്ങിയിട്ട് ഇന്ന് 2026 എന്ന് പറയുന്ന 24 വർഷമായി. ഈ 24 വർഷത്തെ ഒരൊറ്റ പ്രിൻസിപ്പിൾ മാത്രം ഞാൻ പറയുകയാണ്. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏർണിങ്സ്, അതിൽ വരുന്ന കാശ്, അതിനകത്ത് ഒരു കാരണവശാലും $1 അല്ലെങ്കിൽ $1 അതായത് അനധികൃതമായിട്ട് ഹറാമായ പൈസ വരാൻ പാടില്ല എന്നുള്ളൊരു തത്വം എനിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ഞാൻ ജുവലറി ആണ് ആദ്യം തുടങ്ങിയിരുന്നത്. ഈ ജുവലറി വിൽക്കുന്ന സമയത്ത് വളരെയധികം ജുവലറി നമ്മൾ വിൽക്കുമായിരുന്നു ആമസോണും മറ്റ് മാർക്കറ്റ് പ്ലേസിലൊക്കെ. അങ്ങനെ ഒരു സപ്ലയറുടെ അടുത്ത് നമ്മൾ കുറേ അധികം സാധനം ഇങ്ങനെ ആഴ്ചയിൽ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ മുതലാളിയായിട്ട് ഒരു അമേരിക്കനാണ്, വൈറ്റ് അമേരിക്കനാണ്. അയാളുമായിട്ട് പിന്നെ എപ്പോഴും സംസാരിക്കുമായിരുന്നു. അയാളെ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. ഫോണിലൂടെ സംസാരിക്കും. അങ്ങനെ ഇവരുടെ അടുത്ത് സാധനം വാങ്ങിക്കുമ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ സാധനം വാങ്ങിച്ച് നല്ലൊരു ബന്ധമായ ശേഷം ഒരു പ്രാവശ്യം ഇയാൾ എന്നെ വിളിച്ചിട്ട്, അയാളുടെ പേര് ക്രിസ് എന്നാണ്, അയാളുടെ ഭാര്യയുടെ പേരും ക്രിസ്സാണ്, അയാളുടെ പേരും ക്രിസ് തന്നെയാണ്. അപ്പം അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മുടെ അടുത്ത് നിന്ന് കുറേയധികം സാധനം വാങ്ങിക്കുന്നുണ്ട്, അപ്പം എനിക്ക് നിങ്ങൾക്കൊരു ഉപദേശം തരണമെന്നുണ്ട്.
നിങ്ങൾ ഈ ക്രോസ് ഉണ്ടല്ലോ, നമ്മുടെ കുരിശ്, ഈ കുരിശ് നമ്മുടെ ഇസ്ലാമിൽ കുരിശ് എന്ന് പറയുന്നത് അത് നമുക്ക് വിൽക്കാൻ പാടില്ല. കാര്യം വെച്ചാൽ അത് ഇറ്റ് റെപ്രസെൻറ്റ്സ്, അത് നമ്മുടെ ഇസ്ലാമിൻ്റെ ടീച്ചിങ് പ്രകാരം അത് പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണം എന്ന് പറയുന്ന ആ സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ പിന്നെ ഈ ഷിർക്ക് എന്നുള്ള പ്രശ്നം വരും. അതായത് ദൈവം ഒന്ന് വേറെ, ഇവിടെ ജീസസ് ക്രൈസ്റ്റ് വേറെ. അപ്പം ഇവിടെയൊക്കെ പിന്നെ ആ ഒറ്റ ദൈവം എന്നുള്ള ആ ജീസസ് ക്രൈസ്റ്റിൻ്റെയും പ്രോഫറ്റ് മുഹമ്മദിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാം, ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ ഒരൊറ്റ ദൈവമാണ്. അപ്പം നമ്മൾ ഈ ക്രോസ് എന്ന് പറയുന്നത് അത് നമുക്ക് വിൽക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്, വിൽക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. അങ്ങനെ ഇയാളെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, ഞാൻ ഈ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റ്, നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്ന ഐറ്റത്തിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ ക്രോസ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ ക്രോസ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സാധനമാണ്. അയാൾക്കറിയാം ഞാൻ അമേരിക്കനല്ല, ഞാൻ പുറത്തുനിന്ന് വന്ന ആളാണ്, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് ആൾക്കറിയാം. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഉപദേശിക്കുകയാണ്, നിങ്ങൾ ഈ ക്രോസ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ലൈനിൽ അത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബിസിനസ് കൂടും. അതായത് ഇത് കുറേയധികം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഇത് വളരെയധികം മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ്, പ്രോഫിറ്റബിളാണ്. പല തരത്തിലുള്ള ക്രോസ് ഉണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്, കല്ലുള്ളതുണ്ട്, കല്ലില്ലാത്തതുണ്ട്. ഈ ക്രോസാണ് അവരുടെ കാറ്റലോഗ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ക്രോസിൻ്റെ ബഹളമാണ്. അതായത് എത്രമാത്രം ക്രോസ് ഉണ്ട്, ഡിഫറെൻറ്റ് സ്റ്റൈലിലെ ക്രോസ്. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ താങ്ക് യു, നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി, പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ആഡ് ചെയ്യാത്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തുടരാം, പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അയാൾക്കും കാര്യം മനസ്സിലായി, പിന്നെ അതവിടെ തീർന്നു. പക്ഷേ ഞാൻ പറയാൻ കാരണം, അത് ആഡ് ചെയ്തില്ല എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടം വന്നില്ല. ഓൺ ദി അതർ ഹാൻഡ് അൽഹംദുലില്ലാഹ് പടച്ചവൻ്റെ ബർക്കത്ത് നമുക്ക് കിട്ടി, നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോയി. അപ്പോൾ ഒരു പോളിസി, എൻ്റെ പോളിസി അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് നാളെയും, അതായത് ഹറാമായ, നമുക്ക് ഹറാമെന്ന് നമ്മൾ പറയുന്നത് നിഷിദ്ധമായ, അത് ഈ അറബി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്, നിഷിദ്ധമായ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിപ്പം കാശ് 1 മില്യൺ വന്നാലും കൊള്ളാം, 10 ബില്യൺ വന്നാലും കൊള്ളാം, നമുക്കത് വേണ്ട. അങ്ങനെയുള്ളൊരു പോളിസി ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ നമ്മളെ ഖുർആനിലൊരു ആയത്തുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ എൻഡ് ചെയ്യാൻ. സൂറ 65 തലാഖ് എന്ന് പറയുന്ന സൂറാണ്. അതിനകത്ത് മൂന്നാമത്തെ ആയത്ത് വായിച്ചാൽ അറിയാം. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഇത് ആയത്തിൻ്റെ അർത്ഥം പടച്ചവൻ പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആൾക്കാർ, അവർക്ക് അള്ളാഹു എപ്പോഴും ഒരു വഴി തുറന്നു കൊടുക്കും. ഓക്കെ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവർക്ക് അള്ളാഹ് സുബ്ഹാനഹു വ തആല ഉപജീവന മാർഗം നൽകും. അവർക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വഴിയിലൂടെ അള്ളാഹ് തആല അവർക്ക് ഉപജീവന മാർഗം എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ബിസിനസ്സിലായാലും ജോലിയിലായാലും പടച്ചവനാണ് നമുക്ക് റിസ്ക് തരുന്നത്. അവൻ്റെ കയ്യിലാണ് റിസ്കിൻ്റെ മൊത്തം താക്കോൽ, അവൻ്റെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലിയിൽ, ബിസിനസ്സിൽ, അല്ലെങ്കിൽ വേറെ ഏണിങ്സ് എന്തുണ്ടോ അതിൽ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ വരാതെ നോക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഈ ബുക്ക് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് നോട്ടിഫൈ ചെയ്യും. ഈ ബുക്ക് വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നോട്ടിഫൈ ചെയ്യും. പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ അറിയിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആ ബുക്ക് വാങ്ങിക്കുക. അപ്പോൾ ഇത് ഇംഗ്ലീഷാണ്, മലയാളം ബുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അടുത്ത് വരും. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വി വിൽ സീ യു ഇൻ അതർ വീഡിയോസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.